നിങ്ങൾ ക്രോമിൽ യൂസ് ചെയ്യുന്ന പല വെബ്സൈറ്റും നിങ്ങളുടെ ലൈവ് ഡാറ്റാസ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ ഗൈസ്, നമ്മൾ ഓരോ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ കുറെ പെർമിഷൻ ചോദിക്കാറുണ്ട്. ഈ ഒരു പെർമിഷൻ ഒക്കെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. നമ്മളിങ്ങനെ അലോ അലോ അടിച്ച് വിടാറുണ്ട്. അങ്ങനെയുള്ള വെബ്സൈറ്റ് ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ ലൈവ് ഡാറ്റാസ് ഈവൻ ലൊക്കേഷൻ പോലും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന്റെ യൂസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ബട്ട് ആ ഒരു വെബ്സൈറ്റ് ഒക്കെ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നിന്ന് എടുത്തു പോകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ഈ ഒരു ഗൈഡ് ഫോളോ ചെയ്താൽ. ഇനി ഇതൊന്നും എനിക്കൊരു പുത്തിരിയല്ല, ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഗൈസ് ഉണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് കിട്ടോ. എന്നിട്ട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള റീൽസ് കണ്ടിട്ട് കാലം വെള്ളത്തിൽ പണി കിട്ടുമ്പോൾ ഈ റീൽ അല്ലെങ്കിൽ എന്നെയും ഓർക്കാൻ മറക്കരുത്. ഇതുപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നേരെ നിങ്ങൾ ക്രോം എടുത്ത് ക്രോമിന്റെ സെറ്റിംഗ്സ് പോകാൻ ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ പോയാൽ നിങ്ങൾക്ക് കുറേ സൈറ്റിന്റെ പേര് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടാൻ പറ്റും. ഈ ഒരു സൈറ്റ് ഒക്കെ നിങ്ങളുടെ ഡാറ്റ ഇപ്പോൾ എടുക്കുന്ന സൈറ്റാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആൻഡ് റീസെറ്റ് പെർമിഷൻ കൊടുത്താൽ ഈ ഒരു സൈറ്റിലുള്ള നമ്മുടെ എല്ലാ പെർമിഷനും അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു വെബ്സൈറ്റ് ആയിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അവിടെ നിർത്താൻ പറ്റും.